ചായ അടിപൊളി. ഏലക്കായ ഇട്ടുക്കണോ? പൊട്ടടല്ലേ? ഏലക്കായ അറിയില്ല, പക്ഷെ ചായ പൊടിയില്ല. ഇത് ഞാൻ നോക്കട്ടെ, ഞാൻ കുടിച്ചില്ല. ഞാൻ രസം ഉണ്ടാവില്ല എടുത്തിട്ടേ കുടിച്ചില്ല. അതൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന ചായ അവിടെ എത്തൂല ഒരു ചായ. നമ്മളിന്ന് വന്നിട്ടുള്ള നമ്മളെ കക്കാടംപൊയില് ചെറിയൊരു പ്രാവും കൂടി എടുത്തിട്ട് നിക്കാനുള്ള പ്ലാനാണ്. റിസോർട്ട് എന്താണ് റിസോർട്ടല്ലേ? ചായ എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? ചായ ഞാൻ പറയട്ടെ, ചായ എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ ഈ പഴയ കാക്കാടുത്തുണ്ടോ സമാവറിൽ ഉണ്ടാക്കുന്ന ചായ, അതിൽ കുടിക്കുമ്പോ കിട്ടുന്ന ഫീലൊന്നും ഈ പാത്രത്തിൽ ചൂടാക്കി ഉണ്ടാക്കിയാ കിട്ടൂല. ഇതാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് കുഴപ്പമില്ല, കുടിച്ചായിരിക്കാൻ പറ്റൂലല്ലോ. പൈസ കൊടുത്ത പൊടിച്ചായ കുടിക്കും, പൊടിച്ചായ കുടിച്ചോളൂ. ഇവിടെ എന്ത് ചായയും കുടിക്കും. തിന്നോ? നമ്മളിന്ന് 3 മണിക്ക് വരണം പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. ഇപ്പൊ എത്തിക്കണത് 6 മണിക്കൂർ. അവിടുന്ന് പോയിരുന്നത് തന്നെ 5 മണിക്കാ പോയിരുന്നത്. എന്താ കാരണം വെച്ചാ മച്ചൻ ചായ എടുത്തേച്ചിക്ക. ക്യാമറന്റെ ബാക്കിലുള്ള ഒരാളാണ് ജിഷാൻ. അവൻ ചായ എടുത്തേച്ച് കാറിന്റെ ഉള്ളിൽ, കാറ് ഫുള്ള് ലോക്കൊക്കെ വെച്ചിട്ടാണ് ചായ എടുത്തേച്ച് സേഫാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ തുടക്കത്തിൽ അതൊക്കെ കാണിച്ചിരുന്നിട്ട് ബാക്കിൽ ആ വീഡിയോ ഇട്ടിരുന്നതാണ്. അപ്പൊ നമ്മളിനി അടുത്ത നമ്മളിനി റിസോർട്ടിലേക്ക് പോകാൻ പോകണം. നമ്മളെ റൂമിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല വ്യൂ കണ്ടിരിക്കുകയാണ്. തണുപ്പുണ്ടെന്ന് അറിയണേ. നമ്മളെ കപ്പിൾസ് അങ്ങോട്ട് തൂമിയാണ് കേട്ടോ. അങ്ങോട്ട് പോവാ. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ട്രിപ്പ് എങ്ങനെയുണ്ട്? ട്രിപ്പ് എങ്ങനെയുണ്ട് സാറല്ലേ? ചായ പിടിച്ചാ രാവിലെ തന്നെ കുണ്ട്, വണ്ടി എടുക്കുമ്പോ തന്നെ കുണ്ട്. പോവൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒപ്പത്തിനുണ്ട് ചായ ഉള്ളിൽ വെച്ചേക്ക. മച്ച ചാവി വണ്ടിയുടെ ഉള്ളിൽ ലോക്കാക്കിക്ക. വണ്ടി റെഡി ആയിക്കോണ്ടോ? വണ്ടി റെഡി ആയിക്കോണ്ടോ? റെഡി ആയില്ലേ? റെഡി ആയില്ലേ? എങ്ങനെയുണ്ട് ചാവി ഉള്ളിൽ കിട്ടാൻ? വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. എന്താണ് ചാവി എടുത്തത്? ഞാൻ എപ്പോഴും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ എനിക്ക് പ്രശ്നമില്ല. ഞങ്ങളാ സ്കില് വാങ്ങി വണ്ടി കിട്ടണോ? വണ്ടി കിട്ടണോ? ഇവനോടേ സ്പീക്കർ വാങ്ങാൻ പറഞ്ഞ എന്നോട് വിളിച്ചത് വലിയ സ്പീക്കർ ഉണ്ട് പറഞ്ഞു. ഇതാണ് സ്പീക്കർ. ഇതിനൊക്കെ വലുതിന് കിട്ടൂല. ഇത് മുമ്പ് തോൽക്കുന്ന പറഞ്ഞു. ബാഗത്തോൽക്ക് വേറെ കൊണ്ടും സ്പീക്കർ ഇവിടുന്ന് കിട്ടി. അതിനൊരു ബില്ല് അധികത്തെ സൊല്ല്, അതിനൊരു ബില്ല്. നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉമ്മാക്ക് വിളിച്ചാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മാക്ക് വിളിക്കുന്നു. ആ റേഞ്ചും പോയിരിക്കുന്നു. റിസോർട്ട് തച്ചു പൊളിച്ചിട്ടോ. ഓ വ്യൂ വ്യൂ വ്യൂ. പിന്നെ മാപ്പ് കൊടുന്ന വഴി തീർന്നു മക്കളെ. റോഡ് ക്ലോസ്ഡ്. ഞാനാണ്. ഇത് നമ്പർ തന്നെയല്ലേ? 245. പിന്നെ എത്ര ആളാണ് നമ്മള്? 6 നെയ്ച്ചോറുണ്ടാക്കാനേ. നെയ്ച്ചോറാണ് ഉറപ്പിച്ചതിന്. ഗ്രില്ലാക്കല്ലേ നെയ്ച്ചോറേ? 6 എത്തൊക്കെ വേണ്ടി വരും? അരി എത്ര വേണ്ടി വരും? ഞങ്ങൾ
ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. നാളെ ക്ലാസ് ഒന്നുമില്ലല്ലോ. നാളെ ക്ലാസ്സിലരിച്ച് 1 കിലോനോ? ആ അത് ഞങ്ങളാണ് 6 ആള്. കുറച്ച് കഴിക്കണല്ലേ. ആ 6 ആൾക്കാര്. പിന്നത്തെ വണ്ടി നിങ്ങൾ ഇന്ത്യക്ക് വിടുവോ? വാട്സപ്പൊക്കെ വിടുവോ? ആ ഓക്കെ. 1,200 നെയ്ച്ചോറ് റെഡി ആവാൻ പോകുന്നു. വെപ്പേരം സിബിലുർ റഹ്മാൻ. 1 കിലോ മതി പറഞ്ഞു. മാണി കുറച്ച് ലേസം വാങ്ങിക്കളി പറഞ്ഞു. എൻ്റെ മോള് കയറിയേക്കാം മതി. താഴത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമോറും മഞ്ഞാണ് മഞ്ഞ്. എങ്ങനെയുണ്ട്? കിടിലനല്ലേ? നമ്മളിവിടെ ട്രിപ്പിന് പോകുന്നത് ആഫ്ലർ. ഇയാളാണ് ആഫ്ലർ. പിന്നെ നമ്മുടെ കൂടെ സായിർ, പിന്നെ നമ്മുടെ സാദിഖ്, പിന്നെ നമ്മുടെ ഷിബിലുർ റഹ്മാൻ, പിന്നെ നമ്മുടെ ഡ്രൈവർ സുഗു. ചിക്കൻ വാങ്ങിക്കണു. ഇനി രാത്രി ഇതിനെ വെച്ച് പൊരിക്കുന്നു. എല്ലാതും സെറ്റായിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങളെ റിസോർട്ട് കാണാനില്ല. കുറേ നേരം തപ്പണു. ഇരുട്ടായിക്കണു. ഇവിടെ കാണാനില്ല. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമായിരിക്കും കരുതണു. നോക്കിയാ കേട്ടെന്നാ. ശരി. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ റിസോർട്ട്. ചെറിയൊരു പ്രാവും കൂട്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും. എടുത്തെടുക്കും. വാ ചിക്കൻ പോയില്ലേ? പീങ്ങാള കട അഴിക്കോ. ഇത് കുട്ടിക്കാൻ പറ്റാ മതിന്. എന്താ ഞാൻ പിടിച്ചു തരുന്നുണ്ട്. നമ്മളെ ട്രിപ്പ് നമ്മളിവിടെ തുടങ്ങാണ്. ട്രിപ്പല്ല, നമ്മള് വൈബിങ് ഇവിടെ തുടങ്ങാണ്. അപ്പൊ ഇനിയിപ്പോ അഫ്ലൈന്റെ ഭാഗം എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനൊന്നുമില്ല. എനിക്കിപ്പോ ആന വരണം. ഇവിടെ ആന വന്നിക്കൊണ്ടല്ലേ? ആന കാണുന്നു. ആന വരണം. വന്നല്ലോ ആനയുടെ പിണ്ടാ റോട്ടിൽ. ആന വരണം. ആനക്കാട്ടുണ്ടോ അവിടെ? കാട്ടോ? ആനക്കാട്ടുണ്ടോ? കേട്ടോ പോയിട്ട് ആനക്കാട്ടം കാണാൻ പോവാണ്. പോട്ടെ. ശങ്കരിയിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അല്ല. വന്നിട്ടോളേ പറഞ്ഞു വീടില്ല. ഇവിടെ പേരുണ്ട്. ഇവിടെ റിസോർട്ട് ഉണ്ട്. ആള് മനസ്സിലില്ലേ? മറ്റേ റിസോർട്ടിന്റെ അവിടെയാണ്. ചങ്ങായി ഇറങ്ങിയത് ഒന്നുമില്ല. മനസ്സാണ് ചേട്ടാ നമ്മള് നിക്കണ്. ഫുള്ള് കാണാണ്. ചുറ്റോളം ഫുള്ള് കാണാം. അമ്പിളി മാമന് കമ്പിളി വേണമെന്ന് എന്നോട് ചൊല്ലിയ പൂങ്കാറ്റേ. ആന വന്നിനൊരു സാറായി. ആന പേടിയാ? ആന എന്താ? ആന ആനനെ കണ്ടിടേ. പക്ഷെ ആന മുന്നിൽ നിൽക്കുമ്പോണ്ടല്ലോ ആ വളവ് കഴിഞ്ഞാൽ മുന്നിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കണ്ടിട്ടിട്ട് ഓടുക. കണ്ടോണ്ട് പിന്നെന്താ ഓടുക? എങ്ങോട്ടെങ്കിലൊക്കെ കാട്ടുകൊണ്ടിരുന്നിട്ടോ. അത്
ആന തട്ടിട്ടാണ് കേട്ടോ അതിന്റെ എളുപ്പം ആനൊക്കെ കണ്ട കടുവ കടുവല്ല കടുവ ഉണ്ടാവില്ല പുലി ഉണ്ടാവും. എലിഫന്റ് ചാണകം കാണാൻ പോണ കഴിച്ചു. എലിഫന്റ് ചാണകം എലിഫന്റ് പിന്നാ എലിഫന്റ് പിന്നെ കണ്ടിട്ട് തരാം ഇവിടെ കാണാനല്ല ഒന്നുമില്ല പാലം കിട്ടി കിട്ടിപ്പോയി സാധനം കിട്ടിപ്പോയി സാധനം കിട്ടി. ഇതോ വണ്ടി ഒന്ന് തിരിച്ചിടേ മുമ്പ് കാണില്ല ബ്ലറായി സാധനം കിട്ടിക്കോണോ ആനക്കാട്ടം ഇത് ഫ്രഷാ തോന്നുന്നു വണ്ടി എടുക്കുന്നത് ഫ്രഷ് ഇതെന്തോ ഈ പാറ എന്താ അടിച്ച് അത് പാറയാണ് അത് കണ്ടിട്ടൊരു ഫ്രഷാ തോന്നുന്നു ഓ എന്താ പച്ചത്തിന് എന്നിട്ടോ ഇത് വേറൊരു സംഭവം ഇതിന്റെ ഉള്ളില് ഒരു ഏർമാടം പോലെ ഒരു സാധനം ശങ്കരിയിലെ ഇതാജി പറഞ്ഞു രസല്ലാന്ന് ഞാൻ അവിടെ കണ്ട് അടിക്കൂ ഇത് ഫുള്ള് അടിയിലെന്തോ ഉണ്ട് അത് ചാർന്ന ഇത് അടിക്കുണ്ട് അടിയിലെ ഫുള്ള് ആനകൾ കടന്നിറങ്ങാത്രേ എന്തോ കൂടുതലുണ്ട്. ലേ ഇത് നല്ല ആളുണ്ടല്ലോ ഇതായിട്ട് കേട്ടോ. എടാ ചതുപ്പ് പറഞ്ഞ മൂപ്പര് നമുക്ക് ആനെ കാണെങ്കിൽ ഇവിടെ നിന്നായി ഒരു 4 മണിയൊക്കെ ഓക്കെ നമ്മള് ഇവിടെ അടിപൊളിയാണ് ഇവിടെ കാണാൻ രസമുണ്ട് ഇറങ്ങാനൊരു പേടി ഓക്കെ നമ്മൾ ഇനി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യട്ടോ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം വറകൂട്ടിച്ചോട്ടെ നീലാമ്പലി ചേലും നീരാ ക്യാമ്പ് ഫയറിന് പറയില്ല അപ്പൊ നമ്മൾ അടുത്തത് ക്യാമ്പ് ഫയറിനുള്ള പൊട്ടിച്ച കാണില്ലേ സാറല്ലേ മറന്നു ക്യാമറ മുമ്പ് പൊട്ടുവോ പൊട്ടേക്കാരോ ഇത് പൊട്ടോ. ഓക്കെ സാധനം പൊട്ടി ഒറ്റ കാണിച്ചില്ല കല്ലെടുക്ക എനിക്ക് പവർ അടുത്ത വെക്ക് ഇത് മതിയോ എന്റെ അമ്മ അടക്കം വറക്കുണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത് പൊട്ടിച്ചോക്ക അത് പച്ച ഉണങ്ങിയത് പച്ചല്ല ബിസ്മില്ലാ ഇത് കൊണ്ടേടുക മതിയാക്കറല്ലേ ഇത് പൊടിന്നാ പൊടി 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 പറയും കൊണ്ട് പിടിച്ചാ മതി അപ്പൊ പിടിച്ചണ്ടേ പൊടി ഇത് കത്തും പക്ക ചായ അടിച്ചാൽ മതി കാണാം ചായ അടിച്ചാൽ മതി കാണാൻ കിടിലൻ ചായ ഞാൻ ചായ കുടിക്കാത്ത ഒരാളാ പക്ഷെ ഈ ചായ സൂപ്പർ ആയിരിക്കുന്നു മാറ്റി കത്തിക്കണം അവിടെ പോയില്ല സെറ്റ് സംഭവം
നിക്ക് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാം. അതിന്റെ അടിയിൽ ആന കിടക്കുന്നുണ്ട്. ഇവിടെ മണ്ണെണ്ണടാ. അത്ര വലിയ പേപ്പർ എടുക്കണ്ട. കത്ത് നോക്കിക്കോ. ഈ വറകൊളി അത്രയൊക്കെ സിമ്പിളാ. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ചിലപ്പോൾ പാളും. നമുക്ക് ഏതിനും രണ്ടാമത്തെ ചാൻസ് വേണം. അതിൽ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റിയിലും വ്യക്തതയോടും ചെയ്യാൻ പറ്റും. ഏത് അളക്കാളതാ കോല അളക്കാളതാ വേറെ ഇതാണ് കർപ്പൂരം. ഞാൻ ഈ കർപ്പൂരം യൂസ് ചെയ്തിട്ട് ഇതൊക്കെയാണ് കത്തിച്ചത്. നമുക്ക് വെച്ച് കത്തിച്ച അവിടെ വെക്ക് പൊട്ടിക്കല്ലേ ഞതിക്ക്. പക്ഷെ അടിയിലിട്ടാ കത്തിക്കണ്ടീന്. അടിയിലെ കത്തി തുടങ്ങി. അവിടെ ഇട്ട് കത്തി വെറുതെ കളയല്ലേ, മറ്റേ കളയല്ലേ. അത് മതിക്ക് കർപ്പൂര കത്തി തീരുതി കത്തണമെങ്കിൽ കത്തുറ നമ്മളുണ്ടാക്കി വറക്കല്ലേ. ഓക്കെ കണ്ടോ കത്തി സീനില്ല. എടാ ചെമ്പ് തുമ്പ കൊല്ലാൻ പറയേ. നെയ്ച്ചോറുണ്ടാക്കണ്ടേ. വേണ്ട സിബില് പൂസില്ലേ. കത്തിടാ സിമ്പിളാണ്, പവർഫുൾ. ഹലോ വെച്ച് നോക്കിയാക്ക് എങ്ങനെയുണ്ട് കറുപ്പ്. അല്ല അവിടെ കൊണ്ടു കൊടുക്കണ്ടേ. ഞാൻ വീശാണെങ്കിൽ വീശി കൊടുത്താൽ മതി. അടിയിൽ കത്തുണ്ട്, നിങ്ങള് പേടിക്കണ്ട. ഒന്ന് വീശാൻ നിങ്ങളെ കർപ്പൂരം കൊണ്ടൊന്നും നടക്കൂല. നമ്മളെ കത്ത് തന്നെ. വീശാൻ ആ വീശേ. ആ കാറ്റുണ്ടോടാ. ആന വീസ്, ആന വീസ്. കേട്ടു പൊട്ടാ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിലെന്റെ തീയില്ല. തീ കഴിഞ്ഞു. ലൈസും പാക്കറ്റും ഉണ്ട്. ഇതിട്ടിന്നിപ്പോ ഞാൻ മൈക്കട്ടിന്ന് പേപ്പറൊന്നുമില്ല. പുല്ലുകളെല്ലാതും അമ്പാഴം തണലിട്ടൊരിട വഴിയിൽ കുമ്മായം കോരിയിട്ട കത്തും കത്തും കത്തേണ്ടതാണ്. വരും വരും. ഇതെങ്ങനെ പൊളിച്ച് ഇത് പൊളിച്ച് കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ട്. എന്റെ പീസ് ഞാൻ എടുത്തോളി, എന്റെ ചിക്കൻ പീസ് എടുത്തോളി നിങ്ങള്. തീരുമാനിക്കുക. ഐഡിയകൾ പറയും. ക്രിയേറ്റീവായ ഐഡിയകൾ സ്വീകരിക്കുന്നു. മാറുന്നോ? ഇല്ലല്ലോ, ഇത് കണക്കാണ്. ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. പച്ചയാണ് പാലക്കാടൻ ട്രിക്കുകളുമായി സാദിഖ്. ഇത് ക്യാമ്പ് ഫയർ അല്ല. നിർത്തുന്നോട്ടെ. പാലക്കാടൻ ക്യാമ്പിംഗ് രീതികൾ. ടയർ എത്തൂലേ? ടയർ കത്തൊക്കെ ചോദിച്ചു. അവിടെ നാലെണ്ണ എടുത്തു. എടാ ഇതില് നാലെണ്ണ. ആ 3 ഉള്ളൂല്ലേ. മുത്തേ സ്വത്തേ എന്ന് വിളിക്കണ മനോത്തിരാവ് ഇന്നാണ്, മാരന്റെ കൽവിൽ വളരണ ഇന്നാണ്. മണിച്ച് മണിച്ച് നമ്മളതിൽ ആദ്യം മാരനാൻ പോണ ഒരാളായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ജിഷാന്. ഞങ്ങളെ ഫസ്റ്റത്തെ മാരനായിരിക്കും ഇവിടെ ജിഷാന് എന്റെ അഭിപ്രായത്തില്. ആദ്യമായി 2 കൊല്ലം അദ്ദേഹം ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് മുട്ടായി കൊടുക്കൽ, കല്യാണം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നല്ല കുട്ടികളുടെ ആലോചന സ്വീകരിക്കുന്നതാണ്. ആലോചന സ്വീകരിക്കണില്ല. ഇല്ല, വന്നിട്ടോ കിട്ടും, അപ്പൊ ആലോചിച്ചും. ഇപ്പൊ
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 40,000 50,000 ഇടയിൽ സാലറി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു കുട്ടികളെ ശരിക്കുണ്ട്. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ ടോപ്പേ ഉറപ്പാ. അടിപൊളിയാ. മസാല ഉണ്ടതാ. മസാല ജിഷാൻ എന്നാ പറയണേ. കത്തി 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 പോയി കത്തിപ്പോയി ഗായ്സ്. അവസാനം അഫ്ലഹ് വിജയിച്ചു. വിജയം 100 രൂപ പിടിച്ചിട്ടുള്ള ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയർ 100 രൂപ പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് ഫയർ ഒരുക്കുന്നു. ക്യാമ്പ് ഫയർ ഒരുക്കിയത് ഷിബിലു ആൻഡ് അഫ്ലഹ്. നല്ലൊരു കയ്യടി. അഫ്ലഹിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും ഒരു 50 രൂപ കിട്ട സംഭാവന ചെയ്യാ. പക്ഷെ ഇത് അതിലിട്ട ചപ്പ് കത്തി തീർന്ന ഇതിവിടെ തീരുന്നതാണ്. റേഞ്ചൊക്കെ റേഞ്ചിൽ കുഞ്ഞോള് തെറ്റിപ്പോണം. ഓന്റെ കുഞ്ഞോള് തെറ്റിപ്പോത്തരെ റേഞ്ചിൽ എന്താണ് നമ്മളിട്ടാണല്ലോ കത്തുന്ന് പറഞ്ഞു. ചമ്മൽ നമ്മൾ ഐഡന്റിനെ പറഞ്ഞു കൊടുക്കണം. ഇത് എവിടെ ആനക്കാട്ടം ഇതാ അതെടുത്തോ കൊറച്ച്. ഇല്ലല്ല ചപ്പ് 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 കഴിഞ്ഞിട്ടോ ചുറ്റോർത്തെ. ഇവിടെ വൃത്തിയായി. നമ്മൾ രാത്രിക്കത്തെ ഒരു ട്രക്കിംഗ് ആണ് പോകുന്നത്. ചന്ദ്രനും അഫ്ലഹ് സായും റഹ്മാൻ നമ്മുടെ കൂടെ. ഞങ്ങൾ ഈ പേരാണ് പറയണത്. പണ്ട് ഒരു പെണ്ണ് തൂങ്ങി മരിച്ച സ്ഥലത്തിലത്. അവിടെ കാണാനല്ലോ. ഉണ്ട് അവിടെ ഉണ്ട്. കണ്ടോ ഒരാളെ സിറ്റോട്ടിലിരിക്കണ്. നിഴലാ ഒഴുകി വരും. ഇറങ്ങിട്ട് ഇറങ്ങണോ നമ്മള് അതൊക്കെയാണ് വണ്ടിക്കോളി വന്നു. അതോ അപ്പൊ നമ്മള് അടുത്തത് കനൽ കത്തിക്കുന്നു. നമ്മുടെ അൽഫാം റെഡിയാവാൻ പോവുകയാണ് ഏതാണ്ട് നിമിഷങ്ങൾക്കകം. കാന്തോ ഫോൺ ഫോൺ നമ്മള് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ അൽഫാം ഇതുണ്ടാക്കിട്ട് വേണം തിന്നണമെങ്കിൽ. സാധനം നല്ല ചൂടായിട്ടോ. കൈമാറുന്നു നമ്മളുടെ സാധനം സാദിഖ്, നമ്മുടെ റൂപ്പ് പാർട്ട്ണർ ആൻഡ് എന്താ പറയാ എന്തൊക്കെ പറയാ. ഇതുണ്ടായി കഴിഞ്ഞിട്ട് വേണം. ഞാൻ കണ്ടോ കുറച്ച് കൂട്ടുന്നോ. അപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ. വിശന്നിരിക്കുന്നു 2 പേര് അവിടെ കാണിക്കൂ. വിശന്നിരിക്കണം അവിടെ കണ്ടില്ലേ. സമയം ഇപ്പോൾ 11:10 11:10. നമ്മുടെ അടുത്ത അഫ്ലഹിന്റെ ഊഴം ഫുഡി ഡബ്ബ നമ്മളെ കോഴിക്കോടുള്ള എല്ലാ ഫുഡി ഡബ്ബയുടെയും ഡബ്ബയാണ് ഇത് കാണുന്നത്. കോഴിക്കോടിന് ഭക്ഷണം കൊടുക്കുന്ന അഫ്ലഹ് മയോണൈസ് അടിപൊളി എന്ന് പറയണേ. മയോണൈസ് മാത്രം തിന്നാ, വെറുതെ തിന്നാ. ബ്രെഡ് കൂട്ടി അടിപൊളി. ഓക്കെ ബ്രെഡിങ് അഥവാ ഇനി നമുക്ക് നെയ്ച്ചോറായില്ലെങ്കിൽ ബ്രെഡും മയോണൈസും കൂട്ടി അടിക്കാം. ഓക്കെ അഫ്ലേക്ക് വാങ്ങിയിരിക്കണു.
അടുത്ത നമ്മളെ വീണ്ടും സാദിഖ് പാലക്കാടിന്റെ മണിമുത്ത്. ആ വീശയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നമുക്ക് അതിന്റെ ഒരു നേക്കും. ഇത് അതല്ല നോക്കാം പൊരി പൊന്തിയതൊക്കെ അതാണ്. ഓ ആയിട്ടോ തീയായി. ഇനി നമുക്ക് വേഗം പൊരിച്ചാ തിന്ന കടന്നു കാണിച്ചു പോവുക. കനിയേ കാഞ്ഞലായില്ലേ? ഇവിടത്തൊക്കെ പൊളി കൂടി പോകണ്ടോ. നല്ല ചൂടുണ്ടോ ആ സൈഡിലുണ്ടാ മേഡം. അവിടെ അത്ര പോകുന്നില്ല. വന്നിട്ടാ നമ്മടെ ചിക്കൻ വന്നിട്ടാ. കുറച്ച് വെള്ളം എറിക്കുണ്ടോ? കുറച്ച് വെള്ളം എറിക്കും. നമ്മളെ ഷിബുലുർ റഹ്മാൻ, നമ്മളെ ഈ റിസോർട്ടിന്റെ മെയിൻ ഷിബുലുർ റഹ്മാൻ. നല്ല മിന്റ് ടീ ആണോ? അതിന്റെ ഒരു കടുപ്പം. നമുക്കൊരു ഇവന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അതിന്റെ ഒരു കടുപ്പം ഇതൊക്കെ നോക്കാം നിങ്ങള്. നമുക്ക് ഇവന്റ് കമ്പനി ഒക്കെ ഉണ്ട്. ഇവന്റ് ഉണ്ട് കേട്ടോ മച്ചാന്. 1000 ആൾക്ക് 2000 ആൾക്ക് ചായ അടിച്ചു സാധനം. നമ്മുടെ ഈ തണുപ്പത്ത് ഒര ചായ. കനിയേ നമ്മളപ്പോ ചായ കുടിക്കാൻ പോവാണ്. മിന്റ് ടീ ലിറ്റർ. എങ്ങനെ പിരിക്കോ സാധനം. ചായ കടല പൊട്ടിച്ചു. ഇത് മറ്റേ പട്ടാണി കടലല്ലേ? ഇത് തിന്നണ്ട കൊണ്ട. പട്ടാണി കടലാറിട്ട് വാരി തൊള്ളി കിട്ടി തിന്നൂല പറഞ്ഞിട്ട്. നല്ല കടല ചായ തണുപ്പ് മുട്ടാന ചായ പൊട്ടി ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊറുക്കിയിട്ട് അപ്പുറത്തേക്ക് ഇടുക. നേരെ അപ്പുറത്തേക്ക് തൊടുക്ക് ഇടുക. ഇവിടെ ഒന്നുമില്ലേ? നമ്മുടെ ചിക്കൻ പൊരിക്കുന്നു അഫ്ലഹ് കൈപുണ്യം. പരന്നിട്ടില്ലേ ജിഷാനെ? തിന്നല്ലേ അതിനേ എണ്ണ നമ്മള് ഇത് വെച്ചേക്കണു. ഇനി ഇതിങ്ങനെ ആയിട്ട് വരണം. ബാലഗോപാലൻ പോട്ടോ അതിമ തോരിടെ എങ്ങിട്ട് ചാടൂല. അതിമ കമ്പിമ്മ അടക്കണം. ചൂടുണ്ട്. അവിടെ ഗ്യാപ്പുണ്ട് കേട്ടോ. പോയത് അതാണേ മറ്റേതാ ടിക്ക. അങ്ങനെ മറക്കണ്ടാ. ഓരോന്ന് എടുത്ത് തിരിച്ചു വെച്ചാൽ മതി. അതായിരിക്കും നല്ലത്. ഇത് എത്ര തവണ ഇങ്ങനെ ഇത് അൽഫാമല്ല കേട്ടോ. കളറ് വന്നില്ല. പിന്നെ അൽഫാമിന്റെ കളർ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും കുഴപ്പമില്ല. കനലുണ്ടാക്കിയത് ആരാ? അതുകൊണ്ടാണ് ആ ചൂട്. ആരുണ്ടാക്കി? ആമിർ ചത്തുക്കുണ്ടോ ഇയാളൊക്കെ? അൽഫാമ് ലിവറായോ? അവന്റെ കാര്യം ആയിസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. ആനി വീസ് കാറ്റുണ്ടോടാ ആനി വീശടാ.
കാറ്റിട്ടുന്നതാ ഇവനെ വീശടാ കാറ്റനോടാ അതല്ലേ അത് പറയണ്ടേ. അങ്ങനല്ല ആദ്യം ഇങ്ങനെ വെച്ചിട്ടോ അതിലെല്ലാം എടുത്തില്ല കാറ്റിട്ടോടാ ഇല്ല ഇല്ല മറിച്ചായില്ല. എന്നിട്ട് മസാല മറ്റേ ഓക്കെ മറിച്ചോ. മസാല അടി പോകൂല അടി കുറ്റൂലേ ഇറ്റിക്കോട്ടെ കുഴപ്പമില്ല. അതായില്ല മച്ചാ. ഒന്നുമില്ല അടിയത്തെ അവനല്ല അടി മറ്റേ മസാല ഉണ്ട് അതൊന്ന് വീശി കൊടുത്താ വിളിച്ചേ. ഞാൻ ഓളം തല്ലുമ്പോൾ അടിയൂലെന്നെ കുടിച്ചു കയ്യോളം ചൂടിലായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? ഷോറാണ് ദമ്മാണ്. എങ്ങനെയുണ്ട്? ഒക്കെ എരിവും നെയ്ച്ചോറൊക്കെ നമ്മൾ ഉണ്ടാക്കിട്ട് പറയില്ല. ഞാൻ സാധിക്കുമ്പോൾ ഉണ്ടാക്കണ ഫുഡ് എങ്ങനെയുണ്ട്? ഇതുണ്ടാക്കിയാണ്ട് ജെ ഉണ്ടാക്കിയതില് ഞാൻ എല്ലാം ഉണ്ടാക്കി ഇല്ല മച്ചാ എങ്ങനെയുണ്ട് ഫുഡ്? ഫസ്റ്റ് ട്രൈ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ ഓവർ പറയൂ പറയൂ സൂപ്പർ സൂപ്പർ പറയൂ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിറോസ് പാലക്കാട്, സാദിഖ് പാലക്കാട്. മറ്റേ അപ്പൊ ഞങ്ങളെ ചോറ് തിന്നൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ചോറിന്നിട്ട് ഇപ്പൊ ഇറങ്ങാൻ പോവുകയാണ്. ഇതൊരു മാതിരി സ്ഥലം കേട്ടോ, ഡേഞ്ചർ സാധനം. ചോറ് നിന്നിക്കണം. ഞങ്ങളിവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. സംഭവം നോക്കി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എനിക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു പോകുന്ന യാത്രയിൽ എനിക്ക് കിട്ടിയ അറിവുകളും എക്സ്പീരിയൻസും പഠനയാത്ര ചായ അത്യാഗ്രഹം നോക്കാണ്. ഇവിടെ ജിഷാൻ പറഞ്ഞ ചെങ്ങായിണ്ട്. ഓനിപ്പോ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പ്രതീക്ഷിക്കാം? 4 കുണ്ടുകൾ പ്രതീക്ഷിക്കാം. മെസ്സേജ് അയച്ചു 12 മെസ്സേജ് അയച്ചു. ഇതാണ് ജിഷാൻ കേട്ടോ, ഇതാണ് ജിഷാന്, നമ്മളെ ചെറുക്കനാണ്. നോക്കി വെച്ചോളൂ. കുണ്ട് മാത്രമേ ഉള്ളൂ. ഓന്റെ ഒപ്പം പോയി വലിയ കുണ്ട് കിട്ടിയ ഒരാളെ കാണിച്ചതാ. ജീവിതമേ കുട്ടാളെ, ആളെ ജീവിതമേ കുട്ടാളെ. അയാളെ ACC ഇപ്പൊ 10 പേർക്ക് പാസ്സായി. നമ്മളെ കൂട്ടത്തിലെ CA കാരൻ ഷിബുർ റഹ്മാൻ. ഞങ്ങൾക്ക് ഈ CMA സോറി പറയൂ. നീച്ചിക്കേ അന്റെ 5 പഠിക്ക ടിപ്പ്. CMA കാര് പഠിക്കുന്നവര്, നമ്മൾ സബ്സ്ക്രൈബേഴ്സ് CMA കാര് പഠിക്കണവരുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് പറഞ്ഞു കൊടുത്ത ട്രിക്ക് നമുക്ക് എന്താ ട്രിക്ക് വെച്ചാല് പഠിച്ചുമല്ലോ ഇരുന്ന് കളിച്ചുമല്ലോ പഠിച്ചുമ്പോ പഠിക്കണ സ്റ്റഡിയിലും ഒക്കെ എത്തിയാല് ഒരു നല്ല കുട്ടികൾ വിളിച്ചാല് നമ്മൾ എവിടേക്ക് പോവാതിരിക്കുക. നമ്മളെ പഠിത്തത്തില് ഫോക്കസ് ചെയ്യാൻ പഠിക്കാം. കേട്ടോ എവിടേക്ക് നിങ്ങൾ അതെ, അത് പഠിച്ച സമയത്തല്ലോ, എക്സാം ആയിട്ടല്ലേ പോകുന്നത്. പഠിക്കണം, പഠിച്ചു വലുതാണ്. നമ്മളെ കരിയർ ഇതും ഒപ്പം കൊണ്ടുപോകണം. എപ്പോഴും നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മളെ ജീവിതം പാടി ഒപ്പം പോകണം, എന്നാലേ നമുക്ക് എല്ലാതും മുന്നോട്ട് പോകുള്ളൂ. നമ്മളെപ്പോഴും ഉയരത്തിലേക്ക് ചിന്തിക്കുക, എപ്പോഴും ഉയരത്തിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്തോണ്ടേ ഇരിക്കുക. ഡെയിലി ഡെവലപ്പ് ചെയ്തോണ്ട്. പിന്നെ നമ്മള് ഐനസ് ഉണ്ട്. ഐനസ് എന്ന് പറഞ്ഞാല് കളിക്കണിന്റെ അടിയിൽ ACC പാസ്സായ ഒരാളാണ്. അദ്ദേഹം എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തു.
ഇതാ ഇവിടെ കൊറേ ACC ഉണ്ട്. ഒരു എക്സ് ACC, വേറൊരു എക്സ് ACC, ഇത് മറ്റൊരു എക്സ് ACC. അപ്പൊ ACC ആണ് നല്ലത്, CMA ആണ് നല്ലത്? അവരോട് അതിനെ കുറിച്ച് അതല്ല, ACC എടുക്കുക പറഞ്ഞാൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. CMA എടുക്കണം ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നവർക്കാണ് CMA നടക്കുള്ളൂ. കാരണം പുറത്തേക്കുള്ളവർക്ക് ACC CA എടുത്താൽ നമുക്ക് എവിടെയും ഓപ്പർച്യൂണിറ്റീസ്. അല്ല ഇതെങ്ങനെയാണ് ഇവരുടെ കമ്പനി ആയത്? പറഞ്ഞോട്ടാ. ഇബലൈറ്റ് കമ്പനി ആണത് ഭയങ്കര വിറ്റാണ്. ഇപ്പൊ എന്റെ അമ്മയിലൊട്ടിയാണ് ഇതായത്. ഞങ്ങള് ഒരു ഓസ്ട്രേലിയ, പക്ഷെ ഞങ്ങൾക്ക് ആരും ബന്ധമില്ല. പക്ഷെ ഇബല് ഒരു ദിവസം ഞങ്ങൾക്ക് എന്തോന്നു KFC വന്നു, ജിഷാനും ടീമും. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധത്തിൽ. അതും ആ ഒറ്റ പീസ് KFC പിറ്റേ ദിവസം ഫുൾ പൈസ ഇറക്കിക്കാണ് ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയി. അങ്ങനെയാണ് ബന്ധം വളർന്നു വന്നത്. അന്ന് പോയി ബന്ധങ്ങളുണ്ടായി. എന്താ വെച്ചാല് ഞാനല്ലെങ്കിൽ ഓസ്ട്രേലിയ താഴത്ത് കൂടി പോയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇതേപോലെ സാദിഖ്, ആമിർ എല്ലാരും പരിചയപ്പെടാൻ പറ്റി. യാത്രകൾ പോയി, എന്തൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. യാത്രകൾ പറഞ്ഞാൽ ഇവരിപ്പോ യാത്ര പോയാല് ഭയങ്കര അനുഭവങ്ങളാണ്. ഫുൾ കുടുങ്ങല്, എണ്ണ അടിച്ചാതെ വണ്ടി ഓട്ടുക, ബസ്സിനെ കൂടി കാട്ടുകൂടി ഉന്തുക, അതൊക്കെയാണ് പല പരിപാടി. യാത്ര തുടങ്ങണമെങ്കിൽ സമയം വേണ്ടേ? യാത്ര തുടങ്ങണമെങ്കിൽ രാത്രിയാവും. നോക്കാണ് ഇന്ന് തുടങ്ങിയേക്കന്നെ വണ്ടിനുള്ളിൽ ചാവി വെക്ക് പൂട്ട, ഇതൊക്കെ തന്നെ എന്റെ ഒരു ഹോബിയാണിത്. എങ്ങനെ കുണ്ടുണ്ടാക്ക, ആ ചെറുക്കനെ വേണേ നോട്ടി തെച്ചോളി. അപ്പൊ പറയണ്ടേ അവസരത്തില് പറയൂ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണെന്ന് പറഞ്ഞോളി നമ്മളെ ഇതിനെ കുറിച്ച്. എന്തൊക്കെ കോഴ്സ് പഠിച്ചു ഈ ജീവിതകാലത്തിനുള്ളിൽ? അതേ കോഴ്സ് പഠിച്ചുള്ളതല്ല, എത്ര പണി എടുത്തു, എത്ര അത് 5 ദിവസം പണി എടുക്കും. പക്ഷെ അഫ്ലൈന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പണിയെടുക്കും. എന്ത് പണിയെടുക്കും? 2 ദിവസം ആരെയും മരിപ്പിച്ചു, വലിയ 40 ആക്കും, എന്നിട്ട് ഓല അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇപ്പൊ എന്താ വെച്ചിട്ടാ 2 ദിവസം പണിയെടുത്തിട്ട് എല്ലാ കടയിലും പണിയെടുക്കും. ഒരു 3-ാമത്തെ ദിവസം ആരെയും കൊല്ലും, മരിച്ചു പറഞ്ഞിട്ട് ഓല അവിടെ നിന്ന് ഇറങ്ങി പോരുക. പെരുന്നാക്ക് ലീവ് കിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങി പോരുക, എന്നിട്ട് അടുത്ത പണിക്ക് പോവുക. ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പൊ നിലവിൽ ഫുഡ് ഇതപ്പ് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് കടന്നിട്ട് നാളെ രാവിലെ എന്താ പരിപാടി? നാളെ രാവിലെ പരിപാടി ഉണ്ട്, പക്ഷെ നീച്ചാ മാത്രം പരിപാടി ഉള്ള. രാവിലെ 6 മണിക്ക് നീച്ച് കഴിഞ്ഞാൽ പരിപാടി ഉണ്ട്, ഇല്ലെങ്കിൽ പരിപാടി ഇല്ല. പിന്നെ നാളെ ഉച്ചയില് എന്താ സൂര്യൻ ഉച്ചാ പോലെ ഒന്നടിക്കൂല, ഉറപ്പാ. അപ്പൊ ഞങ്ങള് അങ്ങനെ സൂര്യ നിൽക്കണ എന്തോ ഇൻഫർമേഷൻ. ഇപ്പൊ സമയം എത്ര? 2 മണിയോ? 2 മണി കഴിഞ്ഞു. എന്ത് സൂര്യൻ എന്തോ കോമഡി അടിച്ചു വെച്ചാ അത് പറഞ്ഞ സൂര്യന്റെ കോമഡി പറഞ്ഞു. 12 മണിക്കാ സൂര്യൻ നീച്ചാ കടമയില്. അപ്പൊ നമ്മള് 2 മണി ആയിക്കണു. ഇനി രാവിലെ നീച്ചാണെങ്കി പോവും അല്ലേ? അതല്ലേ? ഇൻഷാ അല്ലാ എല്ലാത്തിനും നമ്മൾ ഇൻഷാ അല്ലാ പറയണം. ഇൻഷാ അല്ലാ.